ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഴിഞ്ഞതിൽ പിന്നെ കഥകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല 3-4 ദിവസമായിട്ട്. ഇനി നമുക്ക് കൃഷ്ണായനം തുടർന്നു കേൾക്കാം. കർക്കിടക മാസത്തിൽ രാമായണ കഥ വായിച്ചതായിരുന്നു. കൃഷ്ണായനം കുറച്ച് നമ്മൾ നിർത്തിവെച്ചതാണ്. അത് തുടർന്ന് കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗം പാഞ്ചാലിയുടെ വിവാഹം. സാത്യകി സഭയിലേക്ക് വന്നപ്പോൾ കേശവൻ കഠിനമായ ചിന്തയിലാണ്ട് വർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അല്പസമയം കഴിഞ്ഞിട്ടും താൻ വന്ന കാര്യം മാധവൻ മനസ്സിലാക്കിയില്ലെന്ന് കണ്ടപ്പോൾ സാത്യകി മുരടനക്കി. മുരളീധരൻ മുഖമുയർത്തി സാത്യകിയെ ശ്രദ്ധിച്ചു. പാഞ്ചാലത്തിൽ നിന്ന് ദൂതന്മാർ എത്തിയിരിക്കുന്നു. സ്വയംവരത്തിന് ഒരു പക്ഷം മുൻപേ എത്തണമെന്ന്. ദ്രുപദന് എന്തോ ചിലത് സംസാരിക്കുവാനുണ്ടത്രേ, സാത്യകി പറഞ്ഞു. മാധവൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ജ്യേഷ്ഠനെ മിഥിലയിൽ നിന്നും കൂട്ടാം. ഉദ്ധവരോട് ഭരണം നിർവഹിക്കുവാൻ പറയൂ. സാത്യകിയും കൂടെ പോന്നോളൂ. നമ്മുടെ ചെറിയ ഒരു സൈന്യവും കൂടെ ഉണ്ടാവണം. സാത്യകി അതിശയിച്ചു. കേശവൻ ഒരേ സമയം എന്തെല്ലാം കാണുന്നു. മാധവനും സീരധ്വജനും പാഞ്ചാലത്തിലെത്തിയത് ഒരു പ്രഭാതത്തിലാണ്. നാനാ വഴിക്കു നിന്നും ജനം പാഞ്ചാല രാജധാനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിലെത്തിയപ്പോൾ കേശവനെ ദൃഷ്ടദ്യുമ്നനാണ് സ്വീകരിച്ചത്. അല്പസമയം അവർ കുശലത്തിൽ മുഴുകി. രാജകുമാരൻ പറഞ്ഞു, അങ്ങയെ കാണുവാൻ അച്ഛൻ കാത്തിരിക്കുകയാണ്. അല്പം മുമ്പ് പോലും പറഞ്ഞു, കൃഷ്ണനെ കണ്ടില്ല, മനസ്സിന് സമാധാനവും ലഭിക്കുന്നില്ല. എനിക്ക് ഒന്നിനെക്കുറിച്ചും നേരായ ബോധ്യം വരുന്നുമില്ല എന്ന്. കേശവൻ പറഞ്ഞു, ഞാൻ ഉടനെ ദ്രുപദ രാജാവിനെ കാണുവാൻ പോവുകയാണ്. ബലരാമൻ പറഞ്ഞു, കേശവ, എനിക്കൊന്ന് വിശ്രമിക്കണം. യാത്ര ചെയ്ത ക്ഷീണമുണ്ട്. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, കേശവനും അങ്ങയ്ക്കും വേണ്ടി ഒരു കൊട്ടാരം ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. വരൂ, വിശ്രമിക്കൂ. ബലരാമൻ കൊട്ടാരത്തിലേക്ക് നടന്നു. കേശവൻ ദ്രുപദനെ കണ്ടു. കൃഷ്ണനെ കണ്ടപ്പോൾ ദ്രുപദൻ ആഹ്ലാദചിത്തനായി. സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതേ സിംഹാസനത്തിൽ തന്നെ കേശവനെ ഉപവിഷ്ടനാക്കിക്കൊണ്ട് പറഞ്ഞു, മാധവ, ഞാൻ കരുതി പാഞ്ചാല രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ താങ്കൾ മറന്നുപോയിരിക്കുമെന്ന്. മറക്കുകയോ? അതെങ്ങനെ സംഭവിക്കും? എല്ലാം എൻ്റെ ചിന്തകൾക്കൊത്തു വരിക തന്നെ ചെയ്യും. ഇത് കേട്ട് ദ്രുപദൻ പറഞ്ഞു, മാധവ, ദ്രോണനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു മരുമകനെയാണ് എനിക്ക് വേണ്ടത്. അത്തരമൊരു പുരുഷനെ തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം മുതിർന്നത്. മറിച്ചായാൽ മരണമായിരിക്കും അഭികാമ്യം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വില്ലാളികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അർജുനനാണ്. ആ പാണ്ഡവൻ എൻ്റെ ശത്രുവും. വില്ല് പ്രയോഗിക്കുന്നതിൽ അത്രയും സമർത്ഥരായി ആരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ അവനോട് കിടനിൽക്കുന്നത് അല്പനേരമെങ്കിലും കർണനായിരിക്കാം. യന്ത്രം ഭേദിക്കുവാനും സ്വയംവരത്തിൽ പങ്കുകൊള്ളുവാനും അങ്കേശൻ എത്താതിരിക്കില്ല. എല്ലാം ദൈവഹിതം പോലെ വരട്ടെ. ദൈവഹിതം നമ്മുടെ താല്പര്യമായിരിക്കുകയില്ല. അത് എന്തായാലും അനുസരിക്കുകയാണ് നല്ലത്. ഉടനെ തന്നെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ.
ഇങ്ങനെ പറഞ്ഞ് കേശവൻ വശ്യമായി ചിരിച്ചു. ശിശുപാലനും ജരാസന്ധനും ദുര്യോധനനും എത്തിയിട്ടുണ്ട്. മറ്റു രാജാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു, പ്രധാന അമാത്യൻ അറിയിച്ചു. കേശവൻ പറഞ്ഞു, നന്നായി. കർണനും കൂടി എത്തിയാൽ ആ നിര പൂർണ്ണമായി. അവർക്ക് പന്തയം ഭേദിക്കുവാൻ കഴിയുമെങ്കിൽ പാഞ്ചാലിയെ വേൾക്കട്ടെ. ഇങ്ങനെ ഓതി കേശവൻ വിശ്രമിക്കുവാൻ പോയി. സായാഹ്നമായി. കേശവൻ്റെ വിശ്രമ മണ്ഡപം ഒരു ദൂതൻ വന്നറിയിച്ചു. ദ്രുപദ രാജാവിൻ്റെ മകളും കൊച്ചു തമ്പുരാട്ടിയുമായ പാഞ്ചാലി കുമാരി അങ്ങയെ കാണുവാൻ കാത്തു നിൽക്കുന്നു. പാഞ്ചാലിയോ? വരാൻ പറയൂ. ദ്രൗപദി അകത്തേക്ക് വന്നു. അവളോടൊപ്പം വിശ്വസ്തയായ തോഴിയുമുണ്ടായിരുന്നു. കൊച്ചു തമ്പുരാട്ടി മാധവൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. കേശവൻ പാഞ്ചാലിയെ എഴുന്നേൽപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ശിരസിൽ കരം ചേർത്ത് അനുഗ്രഹിച്ചു. മംഗളം ഭവിക്കട്ടെ. തൊഴുതു നിൽക്കുന്ന അവളെ നോക്കി കേശവൻ പറഞ്ഞു, ദ്രൗപദി, ഞാൻ ലക്ഷ്യമിട്ടതുപോലെയാണ് ഇതുവരെ കാര്യങ്ങൾ വർത്തിച്ചത്. ഇനിയും അങ്ങനെ തന്നെ സംഭവിച്ചാൽ ആര്യാവർത്തത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന കേന്ദ്രബിന്ദുവാകും നീ. എൻ്റെ സഹോദരിയാണ് നീ. മന്നിൻ്റെ പൂർണ്ണത എന്നിലൂടെ നേടുവാൻ കാലം യത്നിക്കുന്നു. നീ അതിന് ഘടകവും രാസത്വരകവുമാവണം. കുഞ്ഞേ, എന്നും എന്തും നിനക്കെന്നോട് ചോദിക്കാം. എവിടെ വെച്ചും എന്നെ സ്മരിക്കാം. ആവശ്യമുള്ളത് പറയാം. അത് ലഭിച്ചിരിക്കും. ദേവാ, എനിക്കൊന്നും മനസ്സിലായില്ല. അതിശയത്തോടെ ദ്രൗപദി പറഞ്ഞു. കേശവൻ അത് കേട്ടോതി. ശരിയാണ്, നിനക്കൊന്നും മനസ്സിലായി കാണുകയില്ല. എല്ലാം മനസ്സിലാക്കാവാനുള്ള ഒരു കാലം ഉടനെ ആഗതമാകും. എന്തായാലും ഒന്നു നീ ചിന്തിക്കൂ. ആര്യാവർത്തത്തിന് അങ്ങോളം ഇങ്ങോളം ചലനമുണ്ടാക്കുന്ന ഒന്നായിരിക്കും നിന്റെ വിവാഹം. ദ്രൗപദി പറഞ്ഞു. ഭഗവാനെ, കേശവ, ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അങ്ങെന്നും എൻ്റെ രക്ഷകനായിരിക്കണം. കേശവൻ പറഞ്ഞു. ദ്രൗപദി, ധൈര്യമായി പോകൂ. ഞാൻ എന്നും നിന്റെ ബന്ധു തന്നെയായിരിക്കും. നല്ലവർക്കെല്ലാം ഞാൻ എന്നും ബന്ധുവാണല്ലോ. പാഞ്ചാലി പിന്നെയും കേശവൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. ആത്മവിശ്വാസത്തോടെ അവൾ പുറത്തിറങ്ങി. ദ്രൗപദി പോയപ്പോൾ കേശവൻ ചിന്തിച്ചു, ഈ സന്ദർശനം കൊണ്ട് അവളുടെ ലക്ഷ്യം എന്തായിരിക്കാം? തന്നെ ഭർത്താവായി ലഭിക്കുമെന്ന് അവൾ ആഗ്രഹിച്ചിരിക്കും. പക്ഷേ ഒരു സഹോദരൻ മാത്രമായി താൻ നിൽക്കൂ എന്ന് ബോധ്യമായപ്പോൾ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് തൻ്റെ ഭാഗം ആവശ്യമാണെന്നും തോന്നിയിരിക്കാം. അതല്ല, മറിച്ച് ഈ സായാഹ്നത്തിൻ്റെ പൊൻപ്രഭയിൽ അവളുടെ ലാവണ്യത്തിൽ മുഗ്ധമായി തൻ്റെ മനസ്സ് മാറിയാലോ? അതും അവൾ ലക്ഷ്യമിട്ടിരിക്കാം. താൻ സഹോദരൻ മാത്രമാണെന്നുറപ്പിച്ചപ്പോൾ മറ്റെല്ലാം മറന്ന് സഹോദരനായി തന്നെ സ്വീകരിക്കുവാനുള്ള അവളുടെ സ്ഥൈര്യത്തെയും പ്രശംസിച്ചേ മതിയാവൂ. ഓരോന്ന് ചിന്തിച്ച് കേശവൻ കിടന്നു. പ്രഭാതമായി. കേശവൻ സാധാരണ വേഷം മാത്രം ധരിച്ചു. എന്നിട്ടും അലൗകിക പ്രഭയിൽ കൃഷ്ണൻ്റെ കളേബരം തിളങ്ങി. പൂഞ്ചായലും പൂപ്പീലിയും പുഞ്ചിരിയും കേശവനെ അസാമാന്യ ശോഭിതനാക്കി. രാജാക്കന്മാർ രാത്രി മുതൽ അണിഞ്ഞൊരുങ്ങുകയാണ്. സൗന്ദര്യത്തിൽ ഭ്രമിച്ച് കന്യക തൻ്റെ കൂടെ വരണമെന്നുള്ള അമിതമായ അഭിലാഷം ഓരോരുത്തരിലും മുട്ടിട്ടു നിൽക്കുന്നു. സൂര്യൻ ജ്വലിച്ചുയർന്നപ്പോൾ രാജാക്കന്മാർ വേദിയിലേക്ക് വന്നു തുടങ്ങി. പ്രായവ്യത്യാസം നോക്കാതെ കന്യക തനിക്കിഷ്ടമുള്ള വരനെ സ്വീകരിക്കുന്നതാണല്ലോ സ്വയംവരം. ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും രാജാക്കന്മാരെ എല്ലാം സ്വീകരിച്ചിരുത്തുന്നു. മിക്ക പേരും വേദിയിലെത്തിക്കഴിഞ്ഞു. ദുര്യോധനനും ദുശാസനനും കർണനും ജരാസന്ധനും അനുയോജ്യമായ സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി. ദ്രുപദൻ പറഞ്ഞു,
ഇനി കേശവൻ മാത്രമേ വരാനുള്ളൂ. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു. കൃഷ്ണൻ എത്തിപ്പോയി. ആ വരുന്നത് മാധവനല്ലേ? ഇലഞ്ഞിപ്പൂമരം പൂത്ത ഗന്ധം പ്രസരിക്കുന്നത് കേശവനിൽ നിന്നാണ്. ദൃഷ്ടദ്യുമ്നൻ്റെ വാക്കുകൾ തീരുന്നതിന് മുൻപ് തന്നെ കേശവനും മറ്റു പ്രമുഖരും എത്തിക്കഴിഞ്ഞു. വേദിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ദ്രുപദനും കേശവനും സ്വയംവര പന്തയത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മംഗളകരമായ വാദ്യഘോഷങ്ങൾ കർണങ്ങൾക്ക് അമൃതമഴ പൊഴിക്കുന്നു. ലയഭാവ ഗംഭീരമായ മണ്ഡപത്തിൻ്റെ സുവർണ വെളിയടയ്ക്കപ്പുറത്ത് വരണമാല്യവുമായി കന്യക കാത്തുനിൽക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ കേശവൻ്റെ സമീപമെത്തി പറഞ്ഞു. അച്ഛനും അങ്ങും സ്വയംവര മണ്ഡപത്തിൽ വന്നിരുന്നാൽ മതി. എല്ലാവരും എത്തിക്കഴിഞ്ഞു. രാജാക്കന്മാർ അക്ഷമരാകുന്നു. കേശവനും ദ്രുപദനും സിംഹാസനങ്ങളിൽ ഇരുന്നു. ശിശുപാലനും ജരാസന്ധനും കേശവനെ അപ്പോഴാണ് കണ്ടത്. അവരുടെ ചുണ്ടുകളിൽ പരിഹാസത്തിൻ്റെ ചിരിവിടർന്നു. അവരുടെ അപജയമോർത്ത് കേശവൻ്റെ ചുണ്ടിൽ വിജയഹാസം വിടർന്നു നിന്നു. വേദിയുടെ മധ്യം നന്നായി ഒരുക്കി അവിടെ ഒരു കൂറ്റൻ വില്ല് അണിയിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ചേർത്ത് ഉയരെ കറങ്ങുന്ന യന്ത്രക്കൂട്ടിലിരിക്കുന്ന കിളികളുടെ തല മുറിച്ചിടണം. ഒരു കിളിയുടെ തല മാത്രമേ ഒരിക്കൽ പുറത്തേക്ക് വരൂ. അങ്ങനെ 7 കിളികളുണ്ട്. ആ 7 തലയും ഒരമ്പുകൊണ്ട് ഛേദിച്ചിടണം. സമർത്ഥനായ ആ വില്ലാളിയെയാണ് കന്യക പൂമാല ചാർത്തി സ്വീകരിക്കുക. അസാമാന്യ ധീഷ്ണാശക്തിയും പ്രയോഗ സാമർഥ്യവുമുള്ളവർക്ക് മാത്രമേ ഈ പന്തയം ജയിക്കുവാനാവുകയുള്ളൂ. പല രാജാക്കന്മാരും കനത്ത കാരിരുമ്പ് വില്ലും യന്ത്രക്കൂടും നോക്കി അന്തം വിട്ടിരുന്നു. രാജാക്കന്മാർക്കൊരുക്കിയിരിക്കുന്ന വേദിയുടെ പുറകിൽ വിശിഷ്ട ബ്രാഹ്മണർക്കിരിക്കുവാനുള്ള ആസ്ഥാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ രൂപഗുണത്തിലും ഭാവചൈതന്യത്തിലും ഏകദേശ രൂപമുള്ള 5 ബ്രാഹ്മണകുമാരന്മാർ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവരോ ഇതൊന്നും നോക്കാതെ മറ്റെന്തോ സംസാരിക്കുന്നു. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ മാത്രം കൗതുകത്തോടെ ചാപത്തെ നോക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണ യുവാക്കൾ പാണ്ഡവരാണെന്ന യാഥാർത്ഥ്യം കേശവൻ ബലരാമനെ ധരിപ്പിച്ചു. മംഗളഘോഷങ്ങൾ പെട്ടെന്നു നിന്നു. കനത്ത നിശബ്ദത പരന്നു. രാജാക്കന്മാരുടെ നയനങ്ങൾ വെളിയടയുടെ മുമ്പിൽ പോരു നടത്തി ഉഴറി നടന്നു. ദീപം ജ്വലിപ്പിക്കുന്ന തോഴിയുടെ പിമ്പെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണ തികവോടെ ദ്രൗപദി തോഴിമാരാൽ അനുഗതയായി വരണമാല്യം കരത്തിലേന്തി മണ്ഡപത്തിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. ശ്യാമവർണ്ണയും കോമളാംഗിയുമായ ആ രാജകന്യക സദസ്യരുടെ കണ്ണുകൾക്ക് ഉത്സവമായി. നിറഞ്ഞു നീണ്ട കാർക്കൂന്തലും ഞെരിഞ്ഞുയർന്ന കുജകലശങ്ങളും ആ പൃഥുനിദംബവതിയെ അതിമോഹിനിയാക്കി. നറുനിലാവിൻ്റെ നനുത്ത കാന്തി ദ്രൗപദിയിൽ തൂവി നിന്നു. മൃദുവായി ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങിയ ദ്രൗപദിയെ കണ്ട് രാജാക്കന്മാരുടെ നയനങ്ങളിൽ സൗന്ദര്യം നിറഞ്ഞു കവിഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ പന്തയം തുടങ്ങുവാൻ ആജ്ഞാപിച്ചു. ജരാസന്ധൻ ശിശുവിനെ പോലെ കണ്ണു കാണിച്ചു. ഉടനെ ആ ധിക്കാരി എഴുന്നേറ്റു. നേരെ ചാപത്തിൻ്റെ സമീപമെത്തി. വില്ലിനെ വണങ്ങാതെ വേദിയെ നോക്കാതെ വില്ലെടുത്തു ഞാൻ വലിച്ചു. ആവതും ശ്രമിച്ചു, നടന്നില്ല. അവസാനം ഒരു വിധത്തിൽ കെട്ടുവാൻ ഒരുങ്ങി. പെട്ടെന്ന് ഞാൻ അയഞ്ഞു. വിൽത്തല നെഞ്ചിലേറ്റ് ശിശുപാലൻ തെറിച്ചു വീണു. സഭയിൽ ചിരി ഉയർന്നു. ജരാസന്ധൻ്റെ ശിരസ് താണു. ദുര്യോധനനും മറ്റു രാജാക്കന്മാരും ശ്രമിച്ചു. ആർക്കും ഞാൻ പോലും ബന്ധിക്കുവാൻ ആയില്ല. പെട്ടെന്ന് കർണൻ എഴുന്നേറ്റു. അനായാസം വില്ലിൻ്റെ സമീപം ചെന്നു. ചാപത്തെയും വേദിയെയും വണങ്ങി. വില്ലെടുത്തു. ഞാൻ ബന്ധിച്ചു. കേശവൻ ദൃഷ്ടദ്യുമ്നൻ്റെ നേരെ കണ്ണുകൾ ചലിപ്പിച്ചു. ദൃഷ്ടദ്യുമ്നൻ കർണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പ്രഭോ, അങ്കേശ, അങ്ങ് ക്ഷമിക്കണം.
എൻ്റെ സഹോദരി സൂതപുത്രനെ വേൾക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. രാജകുലവും കുടുംബബന്ധവും വിലയ്ക്ക് വാങ്ങാവുന്നതല്ലല്ലോ. കർണൻ്റെ മനസ്സിൽ അപമാനത്തിൻ്റെ പുഴുക്കൾ നുഴഞ്ഞിറങ്ങി. അടിയേറ്റ് പുളയുന്ന പാമ്പിനെ പോലെ അങ്കേശൻ ഞെരിപിരി കൊണ്ടു. ഞാൻ അഴിച്ച് വില്ല് വെച്ച് തല കുനിച്ച് കവിൾ തുടച്ച് കർണൻ കഥനത്തിൻ്റെ കാളിമ വളർന്നത് അറിയാതെ സിംഹാസനത്തിൽ തകർന്നിരുന്നു. ആകാശത്തിലേക്ക് ഉയരുന്ന കർണൻ്റെ കണ്ണുകൾ സത്യമറിഞ്ഞതായിരുന്നു. എങ്കിൽ അഗ്നി തുപ്പുന്ന സൂര്യൻ ചാരമായേനെ. രാജാക്കന്മാർ ആരും എഴുന്നേറ്റില്ല. സ്വയംവരം മുടങ്ങുമോ? കന്യകയായി തന്നെ ദ്രൗപദി വാഴേണ്ടി വരുമോ? കേശവൻ സഭയിൽ എഴുന്നേറ്റു നിന്നു പറഞ്ഞു, സഭാവാസികളെ, എൻ്റെ വാക്ക് യോഗ്യമെങ്കിൽ കേൾക്കുവിൻ. സഭയിലിരിക്കുന്ന വില്ല് നിഷ്പ്രയാസം ഞാൻ കെട്ടി കിളിത്തല ഛേദിക്കുവാൻ എനിക്ക് കഴിയും. പക്ഷേ രാജാവല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇനി ഇവിടെ വില്ല് കുലയ്ക്കുവാൻ കഴിയുന്ന രാജാക്കന്മാരാരും ഇല്ല. സ്വയംവരപ്പന്തലിൽ ഇറങ്ങിയ കന്യക തിരികെ കയറുന്നത് വരനുമൊത്തല്ലെങ്കിൽ അശുഭമാണ്. നിങ്ങളുടെ അനുവാദത്തോടെ ചോദിക്കുകയാണ്, രാജാക്കന്മാർ വില്ല് കുലയ്ക്കുവാനില്ലെങ്കിൽ ബ്രാഹ്മണർക്കൊരവസരം നൽകിക്കൂടെ? എങ്ങനെയും കന്യക ഭർതൃമതിയായിരിക്കണം. ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. പക്ഷേ ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും ഞെട്ടി. കന്യകയുടെ ഹൃദയത്തിലും ഒരു മിന്നൽ വീണു. ബ്രാഹ്മണർ സന്തോഷസൂചകമായി ശബ്ദം മുഴക്കി. കേശവൻ തന്നെ പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠരെ, യുവാക്കളെ, രാജാക്കന്മാരുടെ കരങ്ങൾക്ക് വഴങ്ങാത്ത പന്തയം ജയിച്ചാൽ നിങ്ങൾക്കും കന്യകയെ വേൾക്കാം. കഴിവും സാമർഥ്യവുമുള്ളവർക്ക് എഴുന്നേറ്റ് വന്ന് വില്ലെടുക്കാം. ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരുന്ന 5 യുവാക്കളിൽ ഒരാൾ എഴുന്നേറ്റു. മനോഹരനും അധികം തടിച്ചിട്ടല്ലാത്തവനുമായ ആ യുവാവ് കേശവൻ്റെ അടുത്ത് വന്ന് ഒരു നിമിഷം നിന്നു. അനുവാദത്തിന് കാക്കുന്ന ആ യുവാവിനെ കേശവൻ കണ്ണുകൊണ്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ചെല്ലു, വേദിയിലിരിക്കുന്ന വില്ലെടുത്ത് യന്ത്രം ഭേദിക്കൂ. കന്യകയെ സ്വന്തമാക്കാം. വാദ്യമേളങ്ങൾ മുഴങ്ങവേ രാജാക്കന്മാർ നിശബ്ദരായി വർത്തിക്കവേ ബ്രാഹ്മണ യുവാവ് വേദിയിലെത്തി. ചാപത്തെ വലം വെച്ച് വന്ദിച്ചു. വില്ല് സാവധാനം ഉയർത്തി ഞാൻ വലിച്ചു കെട്ടി. വില്ല് അവന് അനുകൂലമായി വഴങ്ങുന്നു. അനായാസം വില്ലുയർത്തി ഒരമ്പെടുത്ത് ഞാണിൽ തൊടുത്തു. സഭ നിശബ്ദമായി. നെല്ലിയില വീണാൽ കേൾക്കാം. എല്ലാവരുടെയും കണ്ണുകൾ വില്ലിലും ബ്രാഹ്മണ യുവാവിലും യന്ത്രത്തിലുമാണ്. ദ്രൗപദി ബ്രാഹ്മണ യുവാവിനെയും കേശവനെയും ശ്രദ്ധിച്ചു. മാധവൻ്റെ മുഖം തിളങ്ങുന്നുണ്ട്. യുവാവിൻ്റെ വദനം വിളങ്ങുന്നുണ്ട്. ഒരു നിമിഷം ബ്രാഹ്മണ യുവാവ് അസ്ത്രമയച്ചു. കിളിത്തലകൾ 7 ഇതാ മണ്ഡപത്തിനരികിൽ കിടക്കുന്നു. അദ്ഭുതം, അദ്ഭുതം, ജനങ്ങൾ മന്ത്രിച്ചു. ബ്രാഹ്മണർ സന്തോഷ ശബ്ദം മുഴക്കി. രാജാക്കന്മാർ ചാടി എഴുന്നേറ്റു. ദ്രൗപദി കേശവൻ്റെ അനുവാദത്തോടെ വരണമാല്യം ബ്രാഹ്മണ യുവാവിൻ്റെ ഗളത്തിലർപ്പിച്ചു. ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും അവരെ ആശീർവദിച്ചു. പെട്ടെന്ന് ശിശുപാലൻ്റെ നേതൃത്വത്തിൽ രാജാക്കന്മാർ ഒത്തുകൂടി. ശിശുപാലൻ പറഞ്ഞു, ബ്രാഹ്മണ യുവാവിന് സ്വയംവരം നടത്തുവാൻ വിധിയില്ല. എല്ലാവരും ഒത്തൊരുമിക്കുവിൻ. ആയുധങ്ങൾ എടുത്ത് തയ്യാറാകുവിൻ. ഇതിലെല്ലാം കേശവൻ്റെ തന്ത്രങ്ങളുണ്ട്. ദ്രുപദൻ കേശവനെ പ്രീണിപ്പിച്ച് രാജാക്കന്മാരെ ആക്ഷേപിച്ചതാണ്. പകരം ചോദിച്ച് കന്യകയെ തിരികെ നേടിയേ മടങ്ങാവൂ. രാജാക്കന്മാർ ഉറക്കെ പ്രഖ്യാപിച്ചു. വാർത്ത ദ്രുപദൻ്റെ കർണത്തിലെത്തി. ബ്രാഹ്മണ യുവാവിനെ രക്ഷിക്കണം. അതു തൻ്റെ ധർമ്മമാണ്. ദൃഷ്ടദ്യുമ്നനും ദ്രുപദനും കേശവനെ കണ്ടു. മഹാരാജാവ് പറഞ്ഞു, രാജാക്കന്മാർ ഒത്തുകൂടുന്നു. അവർ പോരടിക്കുമെന്ന് ഉറപ്പാണ്. പാഞ്ചാലത്തെ സൈന്യങ്ങൾ സജ്ജമാവട്ടെ. പക്ഷേ ശിശുപാലാദികളോട് എതിർക്കുവാൻ നമുക്ക് സൈന്യം പോരാ. പരാജയപ്പെടുക തന്നെ ചെയ്യും. എങ്കിലും പോരാടാതെ വയ്യല്ലോ.
കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രുപദ രാജാവേ, ഈ രാജാക്കന്മാരെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു പോരാളി മരുമകനായി വന്നാൽ താങ്കൾ എങ്ങനെ ലക്ഷ്യത്തിലെത്തും? അതുകൊണ്ട് അവരെ ജയിച്ച് സ്വപത്നിയെ കാക്കുവാൻ കഴിവുണ്ടെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ മരിക്കട്ടെ. കേശവൻ്റെ വാക്കുകൾ ദൃഢസ്വരത്തിലാണ് മുഴങ്ങിയത്. അർജുനൻ്റെ ചെവി വരെ അതെത്തുകയും ചെയ്തു. വേദിയിൽ നിന്നും പുറത്തിറങ്ങിയ ധർമ്മജൻ അനുജന്മാരുമായി ആലോചിച്ചു. ഭീമൻ പറഞ്ഞു, പോരുണ്ടാവും. കുറച്ച് രാജാക്കന്മാരെ വകവരുത്തണം. ഇതൊരവസരമാണ്. ഇവരെ ജയിക്കുന്ന കാര്യം ഞാൻ ഏൽക്കുന്നു. ബ്രാഹ്മണ യുവാവ് ദ്രൗപദിയുമായി പുറത്തേക്ക് ഇറങ്ങി. ശിശുപാലനും മറ്റു ചില രാജാക്കന്മാരും അവരെ തടഞ്ഞു. അർജുനൻ സാമം പറഞ്ഞു. അവൻ അനുസരിക്കാതെ അടുത്തു. കിരീടി തൻ്റെ കരത്തിലിരുന്ന വില്ലിൽ ഞാൻ കെട്ടി ദ്രൗപദിയെ അടുത്തു നിർത്തി. വില്ലിൽ ആഗ്നേയാസ്ത്രം അഭിമന്ത്രിച്ചു ചേർത്തു. ശിശുപാലനും മറ്റും അസ്ത്രങ്ങൾ തൊടുത്തു. അഗ്നേ, ശത്രുവിനാശം വരുത്തുക. അഭിമന്ത്രിച്ച് അസ്ത്രം മോചിപ്പിച്ചു. അഗ്നിമല ഉളവാക്കിക്കൊണ്ട് ആഗ്നേയാസ്ത്രം ചീറി വന്നു. അമ്പും വില്ലും എറിഞ്ഞ് ശിശുപാലൻ ഓടി. മറ്റു രാജാക്കന്മാർ പിന്തിരിഞ്ഞു. അവിടെ കണ്ട കാഴ്ച അവരുടെ തലയെ മരവിപ്പിച്ചു. ഒരു തടിയൻ ബ്രാഹ്മണൻ ആകാശം മുട്ടുന്ന ഒരു മരവും പിഴുതു നിൽക്കുന്നു. പിന്തിരിഞ്ഞോടിയ രാജാക്കന്മാരിൽ പലരും ബോധം കെട്ടു വീണു. ചിലർ തൊഴുതുകൊണ്ട് മറ്റെങ്ങോട്ടോ ഓടി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രഹ്മരക്ഷസ് ഉത്ഭവിച്ചിരിക്കുന്നു. അവിടെ ഒരു മരവും പിഴുതു നിൽക്കുകയാണ്. ആരും അതുവഴി പോകരുത്. ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഈ സമയത്ത് ദുര്യോധനൻ കിരീടിയുമായി ഏറ്റുമുട്ടി. 5 അമ്പേറ്റ് ദുര്യോധനൻ മടുത്തു, പിന്തിരിയുകയും ചെയ്തു. മനസ്സ് തളർന്ന കർണൻ പട നയിച്ചില്ല. ദ്രുപദൻ സൈന്യത്തെ ഒരുക്കി നിർത്തിയപ്പോഴേക്കും യുദ്ധത്തിനു മുതിർന്ന രാജാക്കന്മാർ അവരുടെ രാജ്യം പൂകിക്കഴിഞ്ഞു. ബ്രാഹ്മണന് ക്ഷാത്ര തേജസ്സു മാത്രമല്ല, ബ്രഹ്മ തേജസ്സുമുണ്ട്. പോരടിച്ചാൽ നാം ജയിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ് രാജാക്കന്മാർ പിന്തിരിഞ്ഞു. സൈന്യങ്ങൾ മുന്നും പിന്നും നോക്കാതെ ഓടി. കേശവൻ കലഹിച്ചു നിന്ന രാജാക്കന്മാരെ പറഞ്ഞുവിട്ടു. ഒരു പോരിൻ്റെ എല്ലാ വശവും ഒരുങ്ങിയിട്ടും യുദ്ധമില്ലാതെ പോയതിൽ എല്ലാവരും ആശ്വസിച്ചു. ഇതിനിടയിൽ ബ്രാഹ്മണ യുവാവിനെയും ഭാര്യയെയും അന്വേഷിച്ച് അവരെ കാണാനുണ്ടായിരുന്നില്ല. കേശവൻ അപ്പോഴും പുഞ്ചിരിച്ചു. വില്ലാളിയായ ഒരു രാജകുമാരന് ദ്രൗപദിയെ വേളി കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു രാജാവിൻ്റെ ആഗ്രഹം. ഇപ്പോൾ വീടും കുടുംബവും അറിയാത്ത ഒരു ബ്രാഹ്മണ യുവാവിനെയാണല്ലോ ലഭിച്ചതെന്നോർത്ത് ദ്രുപദൻ വേദനിച്ചു. അദ്ദേഹം അന്തഃപുരത്തിൽ ചിന്താമഗ്നനായി വിശ്രമിച്ചു. ദൃഷ്ടദ്യുമ്നനും ഈ ഗ്ലാനിയുണ്ടായിരുന്നു. പക്ഷേ ഒരു ബ്രാഹ്മണ യുവാവാണ് ആ വില്ലെടുത്ത് യന്ത്രം ഭേദിച്ചതെന്ന് പറയുക വയ്യ. സത്യമെല്ലാം അറിയുന്നത് മാധവന് മാത്രമാണ്. വിധി പോലെ വരട്ടെ. ഇങ്ങനെ പലതും ചിന്തിച്ച് ദൃഷ്ടദ്യുമ്നനും വിശ്രമിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമായ കേശവൻ കുശവഗൃഹത്തിൽ എന്ന ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. താങ്ക് യു.